ഹായ്, പേരൻസിനോടാണ്. നിങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകാൻ മടി കാണിച്ച് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറ്? തലവേദനയാണ്, പനിയാണ്, വയറുവേദനയാണെന്നൊക്കെ പറഞ്ഞ് മടി കാണിച്ചിരിക്കുന്ന മക്കളുടെ ചെവിക്ക് പിടിച്ച് സ്കൂളിലേക്ക് പറഞ്ഞേക്കാറാണോ? അതോ അവരടുത്ത് വിളിച്ചിരുത്തി എന്തുകൊണ്ടാണെന്ന് പോവാത്തത്? ടീച്ചർ അടിച്ചോ, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും മനോവിഷമങ്ങളുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? ചിലപ്പം തലേ ദിവസം സ്കൂളിൽ കുട്ടിയെ നീപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും ചിലപ്പം കുട്ടി മടി കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവന് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമില്ലാത്തത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇനി അതവനോട് ചോദിക്കണ്ട. നിങ്ങൾ അവനെ സ്കൂളിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ച ശേഷം ടീച്ചറെ വിളിച്ചിട്ട് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവന് മടി കൂടുന്നുണ്ട് സ്കൂളിലേക്ക് പോകാൻ, സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ കുട്ടി നേരിടുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഈ പറയപ്പെടുന്ന ബുള്ളിങ്ങും ഹരാസ്മെൻറ്റും ടോർച്ചറിങ്ങും ഇതൊക്കെ ഒരു ശീർഷകമിട്ടല്ലേ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ബുള്ളിങ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നതിനൊക്കെ മുമ്പ് ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന ഒരു സമൂഹമാണ് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു സിനിമ പരിചയപ്പെടുത്തി തരാം. ചിത്രത്തിൻ്റെ പേര് അഡോളസൻസ്. സിനിമ എല്ലാം ഒരു വെബ് സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയിട്ടുള്ള അഡോളസൻസ് എന്ന് പറയുന്ന ഒരു 4 എപ്പിസോഡിലൊരു വെബ് സീരീസാണ്. ഇതിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഒരു കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും പിന്നീട് അതിൻ്റെ ഇൻട്രോഗേഷനും മറ്റു കാര്യങ്ങളാണ്. ആ കുട്ടി എന്തിനു ചെയ്തു, ആര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ അതാണ് ഈ കഥയിൽ പറയുന്നതെങ്കിൽ കൂടി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളതുണ്ട്. നമ്മളിത് എന്തായാലും മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുന്ന ഒരു ചിത്രം കൂടിയാണ്. നമ്മുടെ പേരൻസിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് കാണേണ്ടതും കൂടിയാണ്. ഞാൻ തുടക്കത്തിൽ ചോദിച്ച നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്റ്റ് ആവും. ഇതിലൊരു ഡിറ്റക്റ്റീവും അദ്ദേഹത്തിൻ്റെ മകനും തമ്മിലുള്ള ആ ഒരു സെഗ്മെൻറ്റ് മാത്രം നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അനിവാര്യമായ അല്ലെങ്കിൽ എത്രത്തോളം കറണ്ട് സിനാരിയോയിൽ ഈ ചിത്രത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായും കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജുകൾ അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഇമോജീസിനൊക്കെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ചിത്രത്തിന് നിന്ന് കിട്ടിയെന്നുള്ളതാണ്. നമ്മളൊക്കെ കാഷ്വലായിട്ട് ഇതിന് അർത്ഥങ്ങളോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ചിന്തകളും തോട്ട്സുകളൊക്കെ ഇതിനൊക്കെ ഓരോ അർത്ഥമുണ്ട് എന്നുള്ളത് നമ്മളറിയാതെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മക്കളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ചിത്രം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മസ്റ്റ് വാച്ചാണ്, എന്തായാലും കണ്ടിരിക്കണം.